അവിടെ നോക്കണം. എന്തുപറ്റി? എന്തുപറ്റി? എന്തുപറ്റിയെന്ന് പറഞ്ഞാൽ താനുണ്ടാക്കി തരുമോ? സോറി ഏട്ടാ, ഞാൻ പെട്ടെന്ന് ചൂടായിപ്പോയി. ഏയ്, അതൊന്നും കുഴപ്പമില്ല. എൻ്റെ പേര് മഹേഷ്. എന്താ പേര്? എൻ്റെ പേര് കിച്ചു. ഒന്നുമില്ല ചേട്ടാ, ഓരോ കാര്യങ്ങൾ ഓർത്തിട്ട്. ഓ, ഇതിന് മാത്രം എന്ത് പ്രശ്നങ്ങളാണോ ഉള്ളത്? എന്തു പറയാനാ ചേട്ടാ, ഓരോ പ്രശ്നങ്ങൾ. പഠിച്ച് പൈസ കളഞ്ഞെന്ന് പറഞ്ഞ് വീട്ടുകാർ, പിന്നെ വീട്ടുകാരുടെയും നാട്ടുകാരെയും കയ്യിൽ നിന്ന് കടം മേടിച്ചൊരു ബിസിനസ് തുടങ്ങി, അതും പൊളിഞ്ഞു. പിന്നെ 5 വർഷമായിട്ട് ഒരു പെണ്ണിനെ സ്നേഹിച്ചു. അവളാണെങ്കിൽ ഒരു ഗൾഫുകാരനെ കണ്ടപ്പോൾ അവളും പോയി. ഇന്നാണെങ്കിൽ അവളുടെ കല്യാണമാണ്. ജീവിതത്തിലൊന്നും ചെയ്യാനില്ലാത്തതുപോലെ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്നത് എന്താണെന്നറിയുമോ? അറിയില്ല. മറ്റുള്ളവർ നമ്മളെയും കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അന്തസ്സായി ചെയ്തു കാണിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്. അറിയുമോ? ഉപദേശം ഇതൊക്കെ ഞാൻ കുറെ കേട്ടതാ ചേട്ടാ. ഇതൊക്കെ സ്വന്തം ജീവിതത്തിൽ ആരെങ്കിലും ചെയ്യുമോ? ഞാനൊരു കാര്യം പറയട്ടെ, ഉപദേശമാണെന്ന് തോന്നരുത്. എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു. അവനൊരു നല്ല ബൈക്ക് റേസറായിരുന്നു. പോരാഞ്ഞിട്ട് അവനൊരു സിനിമാ പ്രേമിയും കൂടിയായിരുന്നു. ഒരിക്കൽ അവനൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ആ ആക്സിഡൻറ്റിൽ അവൻ്റെ 2 കാലും നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് എന്താവാനാ, അവനവൻ്റെ ജീവിതം തന്നെയാണ് നഷ്ടപ്പെട്ടത്. ഒരുപാട് അനുകമ്പയും നാട്ടുകാരിൽ നിന്ന് അവന് കിട്ടി. കുറച്ച് നാൾക്ക് ശേഷം അവൻ്റെ പെണ്ണ് പോലും അവനെ ഇട്ടിട്ട് പോയി. അവൻ അതിലൊന്നും തളർന്നില്ല. കേരളത്തിലെ നമ്പർ 1 ലീഡിംഗ് കമ്പനിയുടെ ഉടമയാണ് അവനിപ്പോൾ. കഴിഞ്ഞോ? ഇതൊക്കെ വല്ല സിനിമയിലോ സീരിയലോ നടക്കും ചേട്ടാ. സ്വന്തം ജീവിതത്തിൽ നടക്കുമോ? താനാൾ കൊള്ളാലോടു. നടക്കും. ആരുടെ ജീവിതത്തിൽ വെള്ളം നടക്കും. അളിയാ പോകണ്ടേ? ആ അളിയാ, നീ പോയപ്പം ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അത് ശരി. ഇതാരാ? ഇത് കിച്ചു. ആ കിച്ചു, ഞങ്ങളങ്ങോട്ട്. ആ ശരി. ഞങ്ങളപ്പം സൂക്ഷിച്ച്. ചേട്ടാ, ഇതെന്ത് പറ്റി? ഇവനൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞില്ല. 2 വർഷം മുമ്പ് ഇവനൊരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ട്. കണ്ണിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ആരാണ് അയാൾ? എന്തിനു വേണ്ടി അയാളെ കണ്ടുമുട്ടി? ചില കാര്യങ്ങൾ അങ്ങനെയാണ്. മനസ്സിലാക്കിയില്ലെങ്കിൽ കാലം നമ്മെ മനസ്സിലാക്കിപ്പിക്കും.